ഇന്നത്തെ മത്സരം അതൊരു ജീവൻ മരണ പോരാട്ടമാണ്, മരണക്കളിയാണ്. പക്ഷേ കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് താരങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു കാരണമുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ എന്തെങ്കിലും തരത്തിൽ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് ജയിച്ച് മുന്നേറുകയാണെങ്കിൽ പിന്നെ ആ മത്സരം നഷ്ടമാകും എന്നുള്ളത് തന്നെയാണ്. ഇതിനോടൊക്കെ തന്നെ ഇംഗ്ലണ്ടിന് ഒരു തിരിച്ചടി നേരിട്ടുണ്ട്. അത് ഒരു താരം ജോറൽ കോൺസയ്ക്കാണ്. ജോറൽ കോൺസയ്ക്ക് ഈ ടൂർണമെന്റിൽ ഇനി കളിക്കാൻ ഈ മത്സരം നഷ്ടമാകും, അടുത്ത മത്സരം നഷ്ടമാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ മത്സരത്തിൽ കാർഡ് കിട്ടിയതുകൊണ്ട്, റെഡ് കാർഡ് കിട്ടിയതുകൊണ്ട്, കഴിഞ്ഞ മത്സരത്തിൽ കിട്ടിയതുകൊണ്ട് ഈ മത്സരം നഷ്ടമാകുന്ന ഒരു താരമാണ് ജോറൽ കോൺസ. അതോടൊപ്പം തന്നെ ഈ മത്സരത്തിൽ സൂക്ഷിക്കേണ്ട ആളുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇംഗ്ലണ്ട് നിരയിൽ അങ്ങനെ ഒരു 4 പേരുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ജൂഡ് ബെല്ലിംഗ്ഹാം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം. കഴിഞ്ഞ മത്സരത്തിലൊക്കെ തന്നെ ഇരട്ട ഗോൾ നേടിയ ജൂഡ് ബെല്ലിംഗ്ഹാം ഈ മത്സരത്തിൽ എല്ലാ തരത്തിലും ഒന്ന് ശ്രദ്ധിച്ചേണ്ടിയിരിക്കുന്നു. കാരണം ഇംഗ്ലണ്ടിന്റെ ഈ മുന്നോട്ടുള്ള പോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. അപ്പോൾ ആ താരത്തിന് ഇതിനോടകം തന്നെ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ കാർഡ് വഴങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഡെക്ലാൻ റൈസ്, ആ താരത്തെ കുറിച്ചും കൂടുതൽ പറയേണ്ടതല്ലോ. ഈ ബെല്ലിംഗ്ഹാമിനെ പോലെ തന്നെ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഡെക്ലാൻ റൈസ്. അപ്പോൾ അദ്ദേഹം ഒരു കാർഡ് കിട്ടി, ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്ന നിക്കോ ഓറീലി, മാഞ്ചസ്റ്റർ സിറ്റി താരം. ഒപ്പം തന്നെ സെന്റർ ബാക്ക് മാർക്ക് ഗൈ. ഈ 4 താരങ്ങൾ, ഇവർക്ക് 4 പേർക്കും കാർഡ് കിട്ടിയിരിക്കുന്നുണ്ട്, യെല്ലോ കാർഡ്. അപ്പോൾ ഒരു മത്സരത്തിൽ കൂടി യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ അവർക്ക് അടുത്ത മത്സരം നഷ്ടമാകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ട്രംപിന്റെ പിൻബലമൊന്നും ഇല്ലാത്തതിനാൽ ഇംഗ്ലണ്ടിന് പണി കിട്ടാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത്. ഇനിയും ബെൽജിയം നിരയിലുണ്ട് ഇതുപോലെ ഒരാൾ. അത് മറ്റാരുമല്ല, ബ്രാൻട്ടൺ മെഹലയാണ്. അദ്ദേഹത്തിനും ഒരു കാർഡ് കിട്ടിയിരിക്കുകയാണ്. ഒരു കാർഡിന്റെ കോഷനുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ ബ്രാൻട്ടൺ മെഹലെ, അവരുടെ സെന്റർ ബാക്ക്, അദ്ദേഹവും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.